ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ, നാളെ താലിമംഗളം. അതിനെക്കൊണ്ട് നീ പാട്ട് പാടിയിട്ടാണോടാ എരുമയെ കറക്കുന്നത്? കറക്കുന്നത് എരുമയെ അല്ലല്ലോ, പിന്നെ ഗോമാതാവിനെ. വായി നോക്കി നിൽക്കാതെ കറക്കാൻ നോക്കടാ. ഒന്ന് കറന്നു നോക്കുന്നോ? ആരോഗ്യത്തിന് നല്ലതാ. എന്റെ ആരോഗ്യം ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ ജോലി ചെയ്താ മതി. പപ്പ, നാളെ ശ്വേതയെ പെണ്ണ് കാണാൻ കുറച്ചുപേര് വരുന്നുണ്ട്. നീ അവരെ ടൗണിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം. അയ്യേ, എന്തിനാ പപ്പനെ ബുദ്ധിമുട്ടിക്കുന്നത്? അക്കരെ ഞാനേറ്റളിയാ, നമ്മൾ കലക്കും. നീ എന്താ വിളിച്ചേ? പേടിച്ചാ പിന്നെ ഞാൻ എന്റെ അച്ഛനെ പോലും അളിയാന്നാ വിളിക്കുന്നത്. അഭ്യാസം എടുക്കണ്ട, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. വായി തോന്നിയത് വിളിച്ച് കൂവിയാണ്ടല്ലോ. എടാ ഹരി, നമ്മുടെ അച്ഛന്റെ കല്യാണം മുടക്കിയത് നീ മറന്നു അല്ലേ? നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കടാ. കഴിഞ്ഞില്ലേടാ ഇതുവരെ? ഒന്ന് വേഗം വരുവോ? ഈ ടർബൻ തലയെ കെട്ടിയിട്ട് 5 മിനിറ്റിൽ 5ാമത്തെ തവണ മൂത്രമൊഴിക്കണേ. എന്നാ പിന്നെ അഴിച്ച് സ്ഥലം മാറ്റിക്കെട്ട്. പറയുന്ന കേട്ടാ തോന്നുന്നു യുവമാരുടെ മൂത്രസഞ്ചി തലയിലായിരിക്കുന്നതെന്ന്. അല്ല പിന്നെ ടെൻഷൻ അടിച്ചിട്ടാടേ. ആ സത്യം, ഈ ആൾമാറാട്ടം നടത്തുന്നവരെ സമ്മതിക്കണം. ചോദിച്ചിട്ട് പോയിടാ പണ്ടാറം. എനിക്കും എന്തായാലും രണ്ടിനും സിക്കുകാരുടെ ലുക്കുണ്ട്. എന്റെ പൊന്ന് ദൈവമേ, ലോകത്ത് ഒരു സിക്കുകാരന് ഇത്രയും ഓഞ്ഞ ലുക്ക് കൊടുക്കരുതേ. പരമ കഷ്ടം. ഈ സെന്റി അടിച്ചിട്ട് വെയിറ്റില്ലെങ്കിൽ ഈ കുപ്പി എടുത്ത് കാണിക്കണം. വിഷമാണ്. നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ ഞാൻ ഈ വിഷം കഴിച്ച് ഇവിടെ ഈ വീട്ടിൽ തൂങ്ങിച്ചാകും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കണം. ഹലോ, ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവർ ആക്കരുത്. അതെ, ഇവനിത് ഓവറാക്കും. അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ആണോ? അതൊക്കെ പോട്ടെ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ കാർത്തി. ഞാൻ പപ്പൻ. ഇത് സുശീലൻ അല്ലേ? ഓ, ചളമാക്കും. ഇത് വിനു സിംഗ്, ഇത് സുഗു സിംഗ്. ഈ വിനു സിംഗും സുഗു സിംഗും നല്ല പച്ച മലയാളം പോലെങ്കിൽ പഞ്ചാബി പറഞ്ഞാൽ മതി. അയ്യോ, പച്ച മലയാളം പോലൊന്നും പഞ്ചാബി പറയാൻ പറ്റില്ല. സത്യമായിട്ട് എനിക്കറിയില്ല. നല്ല പച്ച പഞ്ചാബി. അതെങ്ങനെ? ഞാൻ പറഞ്ഞു തരാം, വെരി സിമ്പിൾ. അതായത് മറ്റേ ഈ പറഞ്ഞോളൂ. മറ്റേ ഇതല്ലടാ, ഇതോ നീയൊക്കെ ലോകത്തുള്ള ഏത് മലയാളം ഭാഷ വേണോ പറഞ്ഞോ. മല്ലുവിന്റെ പെങ്ങൾ ശ്വേതയുടെ കല്യാണം നമുക്ക് മുടങ്ങി കിട്ടണം, അത്രേ ഉള്ളൂ. എനിക്കും ഭ്രാന്താവും. അല്ല, ഇപ്പൊ തന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് എങ്ങനെയെങ്കിലും ആലോചന മുടക്കാൻ ആവശ്യമുള്ള എല്ലാ ഗിയറും ഉണ്ട്. ദൈവമേ, സുഗു സിംഗിനെയും വിനു സിംഗിനെയും കാത്തോണേ. മോനെ നിക്ക്, ഞാൻ പറയട്ടെ. എനിക്കറിയാം ഈ കല്യാണം കളിക്കുന്നത് അവനാ. മോനെ, അമ്മ ഇതിൽ ഇടപെടണ്ട. നല്ല സഹകരണം. പപ്പ, എനിക്കറിയണം, കാർത്തിയാണോ അവിടെ ചെന്ന് ശ്വേതയുടെ കല്യാണം നടന്ന ആത്മഹത്യ എന്ന് പറഞ്ഞത്? അയ്യോ, കാർത്തിയൊന്നുമല്ല. ഇത് 2 സിക്കാരാ, ഒരു വിനു സിംഗും ഒരു സുഗു സിംഗും. അത് നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ ഈ പോയവർക്ക് 2 പേർക്കും തലയില് പോയവര് സിക്കാരാ. ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വാ. നിന്നെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. എടാ, നീ എന്റെ ചതയ നക്ഷത്രം ഒന്ന് വായിച്ചേ. ചതയോ? ചതയം. ധനനഷ്ടം, മാനഹാനി, ബന്ധുജനങ്ങളുടെ അപ്രീതി, ഉദരരോഗം, മൂലക്കുരു, രക്താർബുദം എന്നീ വ്യാധികൾക്ക് സാധ്യത. ഇതിനേക്കാളും ഇവര് മരിക്കുമെന്ന് എഴുതിയാ പോരാ. വെള്ളി ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല. പിന്നെ ഏതാ ദിവസം? ശനി. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. സുശീല,
എന്നെ ആരോ വിളിച്ചു. പപ്പ, എന്തോ ചങ്കൂറ്റം ഇല്ലാത്ത ഏതോ ഒരു നാറി എന്റെ പെങ്ങടെ കല്യാണം മുടക്കി. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഫാൻസി ഡ്രസ് ഏത് ഇരുട്ടത്തൊളിച്ചാലും ഒരു ദിവസം എനിക്ക് അവനെ വെളിച്ചത്ത് കിട്ടും. കിട്ടും കിട്ടും. കണക്ക് തീർക്കുകയും ചെയ്യും. കണക്ക് തീർക്കാമെന്നാണോ? അതേന്ന് പറടാ. അതേന്ന് കൂട്ടിക്കും. ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്കോട് ചേർത്ത് 14,343 രൂപ. ബാക്കി 2 ദിവസത്തിനുള്ളിൽ തരാം. അവൻ 2 ദിവസത്തിനുള്ളിൽ ബാക്കി തന്നേക്കാന്ന് പറഞ്ഞു. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഞാൻ, തമാശ എന്റെ പെങ്ങളോട് വേണ്ടാന്ന്. ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. ഇനി ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത വിഷമം എന്തിനാണോ പോയി ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടന്? തൊട്ടിത്തരം പറഞ്ഞാണ്ടല്ലോ ആ നാക്കിനെ പിഴുതെടുക്കും. വേണ്ട, ഇങ്ങോട്ട് വന്നേ, ഒന്ന് പറയട്ടെ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാടാ, ഒറിജിനൽ ആണോന്ന് അറിയാം. ഒറിജിനൽ തന്നെയാ, ഹരീന്ദ്ര സിംഗ്. ഒരുമാതിരി കോപ്പിലെ ടെസ്റ്റിംഗ് ആയി പോയി. ആ ദേ വരുന്നു. ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല. അത്യാവശ്യ സാധനങ്ങളുമായിട്ട് ഇങ്ങ് പോന്നു. എവിടെ കേടാ മുറിവ്? നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആര്, നീയോ? അല്ല, അവൻ. അപ്പൊ ഇത് വേസ്റ്റ് ആയില്ലേ? അതെ, കവലയിൽ ഒന്നും നിർത്തണം കേട്ടോ. എനിക്ക് നാട്ടിലേക്ക് ഒരു മണി ഓർഡർ അയക്കാനുണ്ട്. ഓ, ചേട്ടന്റെ നാട് എവിടെയാ? മണ്ണാന്തൊടി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് മുത്തശ്ശിയും പിന്നൊരു അനിയത്തിയും. അനിയത്തിയാ? അതെ. നോക്കട്ടെ. ഇതോ? ചേച്ചി നല്ല സുന്ദരിയാണല്ലോ. ഭയ്യ, ദേഖോ ഭയ്യ. ഇവളുടെ കല്യാണം കഴിഞ്ഞാണോ? അല്ല, അവൾക്ക് ഒരാളെ ഇഷ്ടാ. കുട്ടിക്കാലം മുതലേ തുടങ്ങിയതാ. കല്യാണം കഴിക്കുകയാണെങ്കിൽ അയാളെ മാത്രമെന്ന് അവള്. പ്രേമം കൊന്നുകളയണം. ഞാനാണെങ്കിൽ അതാ ചെയ്യ. കൊന്നുകളയാം, പക്ഷെ ഒരേ രക്തമാകുമ്പോ അത് അത്ര എളുപ്പമല്ല. ആ തിരിച്ചറിവ് അവക്കുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞ അനുസരിക്കും. അനുസരിപ്പിക്കണം. പപ്പ, വണ്ടി നിർത്ത്. ഞാൻ വന്നേക്കാം. എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്.